ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഐഡിയാസ് ആൻഡ് ഏർലി സ്റ്റേറ്റ്സിൻ്റെ പാർട്ട് 3. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ച് നിർത്തിയത് എവിടെയായിരുന്നു ഓർമ്മയുണ്ടല്ലോ? മൗര്യൻ റൂളിലെ നമ്മൾ 4 പ്രൊവിൻസുകൾ, സദേൺ പ്രൊവിൻസ്, വെസ്റ്റേൺ പ്രൊവിൻസ്, നോർത്തേൺ പ്രൊവിൻസ് ഏതൊക്കെയാണെന്ന് നമ്മൾ നോക്കിയല്ലേ. അപ്പോൾ അതിൻ്റെ ബാക്കി തൊട്ടാണ്. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കാൻ പോകുന്ന മൗര്യൻ ആർമിയെ പറ്റിയിട്ടാണ്. ആർമിക്ക് മൊത്തം 5 ഡിവിഷൻസാണുള്ളത്. ഏതൊക്കെയാണ് 5 ഡിവിഷൻസ്? ഇൻഫെൻട്രി ഉണ്ട്, കവൽറി ഉണ്ട്, ചാരിയറ്റ്സ്, പിന്നെ എലിഫൻസ് ആൻഡ് ദ നേവി. അപ്പോൾ എന്താണ് ഇൻഫെൻട്രി? ഇൻഫെൻട്രി എന്ന് പറയുമ്പോൾ നമ്മളെ കാലാൾപ്പട കണ്ടല്ലോ. അതുപോലെ കവൽറി എന്ന് പറയുമ്പോൾ നമ്മുടെ കുതിരപ്പട. ചാരിയറ്റ്സ് എന്ന് പറയുമ്പോൾ രഥത്തിലിരുന്ന് യുദ്ധം ചെയ്യുന്നതാണ്. പിന്നെ എലിഫൻ്റ് ആർമിയുണ്ട് അല്ലേ. അതുപോലെ തന്നെ നേവി, പണ്ടും കടൽ മാർഗത്തിലൊക്കെ യുദ്ധവും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരുന്നു. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ മൗര്യൻ ആർമിയുടെ 5 ഡിവിഷൻ. എന്തുമാത്രം പവർഫുള്ളാണ് മൗര്യൻ ആർമി എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഇനി ഇവിടുത്തെ മിലിറ്ററി അഡ്മിനിസ്ട്രേഷൻ, മിലിറ്ററി ഭരണം എങ്ങനെയാണ് നടക്കുന്നത്? വാസ് ക്യാരിഡ് ഔട്ട് ബൈ എ 30 മെമ്പർ കമ്മിറ്റി. അപ്പോൾ ഇവർക്ക് മുഴുവനായിട്ട് 30 അംഗങ്ങളാണ് ഈ ഒരു കമ്മിറ്റിക്കകത്തുള്ളത്. ഇവരായിരിക്കും എല്ലാ തീരുമാനങ്ങളും കാര്യങ്ങളും ഒക്കെ എടുക്കുന്നത്, ഇവരായിരിക്കും യുദ്ധങ്ങളെല്ലാം നയിക്കുന്നത്. തുടങ്ങിയതൊക്കെയാണ് നമ്മുടെ മൗര്യൻ ആർമിയെ പറ്റി പറയാനുള്ളത്. ഇനി നമ്മുടെ എംപറർ അശോക ചക്രവർത്തിയെ പറ്റി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചതാണ് എന്തൊക്കെയാണ് എന്നുള്ളതല്ലേ. അപ്പോൾ അശോക ചക്രവർത്തിക്ക് ഒരു ഐഡിയ ഉണ്ട്. ഐഡിയാസ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പ്രൊപ്പഗേറ്റ് ചെയ്യാന്ന് വെച്ചാൽ പ്രചാരിപ്പിക്കുക, പറഞ്ഞു കൊടുക്കുക. അപ്പോൾ എന്തൊക്കെ ഐഡിയാസാണ് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്? മെയിനായിട്ട് ടു മെയിൻറ്റെയിൻ പീസ് ആൻഡ് കോ എക്സിസ്റ്റൻസ്, ആൾക്കാരുടെ ഇടയിൽ സമാധാനത്തോടെ ജീവിക്കുക. അതുപോലെ കോ എക്സിസ്റ്റൻസ്, പരസ്പരം അറിഞ്ഞും സഹായിച്ചുമൊക്കെ ജീവിക്കുക. ഈ 2 കാര്യങ്ങളാണ് മെയിനായിട്ട് എംപറർ അശോക പറഞ്ഞു കൊടുക്കുന്നത്. ഇതിനെ വിളിക്കുന്ന പേരാണ് അശോകധാമ. ധാമ എന്ന് വെച്ചാൽ ധർമ്മം എന്ന് വെച്ചാൽ അറിയാമല്ലോ. അതാണ് നമ്മുടെ അശോകധാമ എന്ന് വിളിക്കുന്നത്. ഈ അശോകധാമയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എവിടെ നിന്നാണ്? അശോക എഡിക്റ്റുകളിൽ നിന്നാണ്. എഡിക്റ്റുകൾ എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ ഇൻസ്ക്രിപ്ഷൻസ്, എഴുത്തുകളാണ്. ഈ പില്ലേഴ്സിലും അതിലൊക്കെ എഴുതി വച്ചിരിക്കുന്ന എഴുത്തുകളാണ്. പില്ലേഴ്സ് എന്ന് തൂണിലൊക്കെ എഴുതി വച്ചിരിക്കുന്ന എഴുത്തുകളാണ്. ഇത് ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് അശോക എഡിക്റ്റുകൾ കാണാൻ പറ്റുമായിരുന്നു. ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ അശോകധാമ എന്ന് പറയുന്ന ഇതിലെ മെയിനായിട്ടുള്ള ഐഡിയാസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ അശോകധാമ അല്ലെങ്കിൽ ധർമ്മയിൽ മെയിനായിട്ട് 3 കാര്യങ്ങളാണ്. ബി ടോളറൻറ്റ് ടു അതർ റിലീജിയൻസ് അല്ലേ. നമ്മൾ ബാക്കിയുള്ള റിലീജിയൻസിനെയും നമ്മൾ എന്ത് ചെയ്യുക? ടോളറൻ്റ് ആക്കുക. ടോളറൻ്റ് എന്ന് വെച്ചാൽ അവരെയും നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക, അവരുടെ നല്ല കാര്യങ്ങൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. അപ്പോൾ ബി ടോളറൻ്റ് എന്ന് പറഞ്ഞാൽ ഓപ്പൺ മൈൻഡഡ് ആയിട്ട് നമ്മൾ കാര്യങ്ങൾ എടുക്കുക. അതുപോലെ തന്നെ എന്താണ്? റെസ്പെക്റ്റ് എൽഡേഴ്സ് ആൻഡ് ടീച്ചേഴ്സ് അല്ലേ. മുതിർന്നവരെ നമ്മൾ എന്ത് ചെയ്യുക? ബഹുമാനിക്കുക അല്ലേ. അതിപ്പോഴത്തെ ജനറേഷനിലും നമുക്ക് വളരെ കുറവാണ് കാണുന്നത് അല്ലേ. ടീച്ചേഴ്സിനെയും നിങ്ങൾ അതുപോലെ എൽഡേഴ്സിനെയൊക്കെ നല്ലപോലെ റെസ്പെക്റ്റ് ചെയ്യണം. അതുപോലെ തന്നെ ബി കൈൻഡ് ടു സ്ലേവ്സ് ആൻഡ് ദ സിക്ക് അല്ലേ. നമ്മൾ അടിമകളോടായാലും വയ്യാത്ത ആൾക്കാരോടൊക്കെ ആയാലും അസുഖം പിടിച്ച ആൾക്കാരോടൊക്കെ ആയാലും നമ്മൾ എന്ത് ചെയ്യുക? നല്ല ദയോടെ കൈൻഡായിട്ടൊക്കെ പെരുമാറുക. ഇത് 3മാണ് അശോക ചക്രവർത്തി അന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്ന ഈ അശോകധാമയിലുള്ള 3 കാര്യങ്ങൾ മെയിനായിട്ട്. ഇനി ഒരു ഹിസ്റ്റോറിയൻ റോമില താപ്പർ, നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ പിക്ചർ കാണാം അല്ലേ. അപ്പോൾ ഈ ഒരു ഹിസ്റ്റോറിയൻ പറയുന്നത് എന്താണ്? പുള്ളിക്കാരി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അശോകധാമ എന്ന് പറയുന്ന ഈ ഒരു പോളിസി വാസ് എ പോളിസി ഫോർ ദ എഫിഷ്യൻറ്റ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് എ വാസ്റ്റ് കൺട്രി ആൻഡ് ഫോർ കീപ്പിംഗ് വേരിയസ് സോഷ്യൽ ഗ്രൂപ്പ്സ് ഇൻ ഹാർമണി. അപ്പോൾ ഈ അശോകധാമ ഉള്ളതുകൊണ്ടാണ് നല്ലപോലെ ഒരു ഭരണം എഫിഷ്യൻ്റായിട്ട്, അതായത് നല്ല രീതിയിൽ ഭരിക്കാൻ സഹായിച്ചത്. അതും ഇത്രയും വലിയൊരു വാസ്റ്റ് കൺട്രിയാണ്, ഒരുപാട് കൾച്ചേഴ്സും ഒരുപാട് റിലീജിയനും ഒക്കെ ഉള്ള ഈ ഒരു വലിയ രാജ്യത്തെ ഒരു നല്ല രീതിയിൽ ഭരിക്കാൻ കഴിഞ്ഞത് ഈ അശോകധാമ കൊണ്ടാണ്. അതുപോലെ തന്നെ ഫോർ കീപ്പിംഗ് വേരിയസ് സോഷ്യൽ ഗ്രൂപ്പ്സ്. ഇപ്പം നമുക്കിവിടെ അറിയാം പല ടൈപ്പ് ഓഫ് സമൂഹത്തിൽ ഓരോ ഗ്രൂപ്പുകളായിട്ടുണ്ട്. പല കാസ്റ്റുകളുണ്ട്, പല ക്രീഡുണ്ട്, അതുപോലെ തന്നെ പല റിലീജിയനുണ്ട്. അപ്പോൾ തുടങ്ങിയ കാര്യങ്ങളെയൊക്കെ ഒരു മുഴുവൻ സോഷ്യൽ ഗ്രൂപ്പുകളെയും ഒന്നിച്ച് കൊണ്ടുപോകാനും ഈ അശോകധാമയിലെ അശോകധർമ്മ ഇതിന് സഹായിച്ചു എന്നുള്ളതാണ്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. വാട്ട് ഫീച്ചേഴ്സ് ഓഫ് പ്രസൻറ്റ് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ക്യാൻ ബി സീൻ ഇൻ ദ മൗര്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം? ഇപ്പോഴുള്ള ഇന്ത്യൻ ഭരണരീതിയും അന്നുണ്ടായിരുന്ന മൗര്യൻ ഭരണരീതിയിലും കോമൺ ആയിട്ടൊക്കെ കാണാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താണ്? അപ്പോൾ അന്ന് തൊട്ടേ സെൻട്രൽ ഗവൺമെൻറ് സിസ്റ്റമാണ്, കേന്ദ്ര ഭരണമാണ്, അതാണ് ഇപ്പോഴും ഉള്ളത്. പിന്നെ അതുപോലെ മിനിസ്റ്റേഴ്സിൻ്റെ ഒരു കൗൺസിലുണ്ട് അല്ലേ, ഒരു കൂട്ടമുണ്ട്, അവരായിരിക്കും ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അതുപോലെ തന്നെ ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ ഉണ്ട് അല്ലേ. നമ്മളെവിടെ തന്നെ ആയാലും പഞ്ചായത്ത് ഓഫീസും വില്ലേജ് ഓഫീസും ഇങ്ങനെ ഇതിലൊക്കെ കൂടെ നമുക്ക് പല കാര്യങ്ങളും എടുക്കാം. പഞ്ചായത്ത് മെമ്പേഴ്സ് ഉണ്ട് അല്ലേ. പിന്നെ അതുപോലെ ജുഡീഷ്യൽ അഡ്മിനിസ്ട്രേഷൻ, എന്തെങ്കിലും കാര്യം വന്നു കഴിഞ്ഞ്
കഴിഞ്ഞാൽ അതിനെ തീരുമാനിക്കാൻ ആ തെറ്റ് ചെയ്തോ ഇല്ലേ എന്നൊക്കെ ഉള്ളതിന് വേണ്ടി ജഡ്ജസ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം അന്നും ഉണ്ടായിരുന്നു, അതിപ്പോഴും ഉണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളാണ് നമുക്ക് അന്നത്തെ മൗര്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റത്തിലും ഇപ്പോഴത്തെ പ്രസൻറ്റ് ഇന്ത്യയിലും കാണാൻ കഴിയുന്ന കാര്യങ്ങൾ. ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പിക്ചർ കാണാം അല്ലേ, ഒരു 5 കോയിൻസ് ആണത്. എന്താണെന്ന് നമുക്ക് നോക്കാം. ഗ്രോത്ത് ഓഫ് ട്രേഡ്, എങ്ങനെയാണ് ആ കാലത്ത് കച്ചവടമൊക്കെ വളർന്നത്. ദ എബോവ് ഇമേജ് ഷോസ് ദ ഏർലി കോയിൻസ് ദാറ്റ് വെയർ ഇൻ സർക്കുലേഷൻ ഇൻ ഏൻഷ്യൻറ്റ് ഇന്ത്യ. അപ്പോൾ ഈ കോയിൻസുകളൊക്കെ ഇന്ത്യയിൽ ഒരുപാട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, സർക്കുലേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ എന്താണ്, ഓരോ സ്ഥലങ്ങളിലും ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ് ഇന്ത്യ മുഴുവൻ. അപ്പോൾ ഇതിനെയൊക്കെ വിളിക്കുന്നത് എന്താണ്, പഞ്ച് മാർക്ക്ഡ് കോയിൻസ്. അതെന്തുകൊണ്ടാണ് പഞ്ച് മാർക്ക്ഡ്? വെറുതെ ഒരു കോയിനല്ല, ഈ കോയിനകത്ത് എന്താണ്, ഓരോ എംബ്ലം സിമ്പിൾസൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, പഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പഞ്ച് മാർക്ക്ഡ് കോയിൻസ് എന്ന് പറയുന്നത്. ഇതുണ്ടാക്കിയിരിക്കുന്നത് എന്താണ്, സിൽവർ, കോപ്പർ തുടങ്ങിയ കാര്യങ്ങളിൽ നിന്നൊക്കെയാണിത് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഇതിൽ പോലെ നമുക്ക് ഇവിടെ പറയുന്നിട്ടില്ലാത്തൊരു കാര്യമുണ്ട്. അതെന്താണ്, ഈ കോയിൻസ് എവിടത്തേക്കാണ്, ഇത് കാശി, കോശല, മഗധ തുടങ്ങിയ കിങ്ഡങ്ങളിലേക്ക് ഉള്ള പിക്ചേഴ്സാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇനി അടുത്ത എന്താണ് നോക്കേണ്ടത്, ദീസ് ആർ ദ എവിഡൻസ് ടു ഷോ ദാറ്റ് കോയിൻസ് വെയർ യൂസ്ഡ് ഫോർ ട്രേഡ് അല്ലേ. അപ്പം കോയിൻസ് ഒക്കെ പലയിടത്തും ട്രേഡിന് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാം. ഇനി ഗുഡ്സ് വെയർ ട്രാൻസ്പോർട്ടഡ് ത്രൂ ലാൻഡ്, സീ ആൻഡ് റിവേഴ്സ്. അപ്പം അന്നത്തെ സാധനങ്ങളെല്ലാം അല്ലേ, കച്ചവടം ചെയ്യുന്ന സാധനങ്ങളെല്ലാം കടൽ വഴി, അതുപോലെ കര വഴി, നദി വഴി എല്ലാം എത്തിച്ചു കൊടുത്തിരുന്നു. ഗ്രെയിൻസ്, ധാന്യങ്ങൾ, ടെക്സ്റ്റൈൽസ്, മെറ്റൽ തുടങ്ങിയതൊക്കെ ആയിരുന്നു വേർ ദ ചീഫ് കമോഡിറ്റീസ് എന്ന് വെച്ചാൽ ഈ സാധനങ്ങളെയാണ്, ഐറ്റങ്ങളെയാണ് വിളിക്കുന്നത്. അപ്പോൾ ഇത്രയും ഐറ്റങ്ങളാണ് മെയിനായിട്ട് അന്ന് ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. ഇനി വേർഡ്സ് സെത്തീസ് ആൻഡ് സതവഹഗാർ എന്ന് പറയുന്ന 2 വാക്കുകൾ എന്തിനെയാണ് ഉദ്ദേശിക്കുന്നത്? മെൻഷൻഡ് ഇൻ ദ ബുക്സ് ഓഫ് ദോസ് ഡേയ്സ് റെഫർ ടു ട്രേഡേഴ്സ്. കച്ചവടക്കാരെ വിളിക്കുന്ന പേരുകളാണ് സെത്തീസും അതുപോലെ സതവഹഗാറും. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഈ മാപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ ഒബ്സർവ് ദ മാപ്പ് ആൻഡ് ഫൈൻഡ് ഔട്ട് ദ റീജിയൻസ് ത്രൂ വിച്ച് ട്രേഡ് വാസ് കണ്ടക്റ്റഡ്. അപ്പം ഇത്രയും സ്ഥലങ്ങളിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, ട്രേഡ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ പിക്ചറിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ എത്ര സ്ഥലങ്ങളുണ്ട്, ബ്രോച്ചുണ്ട്, ഉജ്ജയിനിയുണ്ട്, സുവർണഗിരിയുണ്ട്, തമരലിപ്തിയുണ്ട്, പട്ടാലിപുത്രയുണ്ട്, തക്ഷശിലയുണ്ട്. അപ്പോൾ ഇത്രയും സ്ഥലങ്ങളൊക്കെ മെയിൻ ട്രേഡ് സെൻറ്റേഴ്സാണ്. ഇതുവഴിയാണ് ഏറ്റവും കൂടുതലും കച്ചവടങ്ങളൊക്കെ ആ സമയത്ത് നടന്നുകൊണ്ടിരുന്നത്. So far we have been discussing the origin and formation of the Mahajanapadas in the Indian subcontinent and how they later evolved into the Maurya kingdom അല്ലേ. അപ്പോൾ നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തത് എങ്ങനെ മഹാജനപാതകളുണ്ടായി അല്ലേ ഇന്ത്യൻ സബ് കോണ്ടിനെൻ്റ് എന്നാണ് ഞാൻ പറഞ്ഞു. വലിയൊരു കോണ്ടിനെൻ്റാണ് ഏഷ്യയുടെ ഒരു ഭാഗമാണ് ഇന്ത്യ. അപ്പോൾ അതിലൊരു കുഞ്ഞു പോർഷൻ ആയതുകൊണ്ടാണ് സബ് കോണ്ടിനെൻ്റ് എന്ന് വിളിക്കുന്നത്. സോ മഹാജനപാതകൾ ഉണ്ടായത് മനസ്സിലായി. അതിനുശേഷം എങ്ങനെ ഈ ഒരു മൗര്യൻ സാമ്രാജ്യം വന്നു തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ച് കഴിഞ്ഞത്. ഇനി നമ്മൾ ഇതുപോലൊരു സ്ഥലവും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ തീരും. സോ അനദർ റീജിയൻ ദാറ്റ് വിറ്റ്നസ്ഡ് സിമിലർ പൊളിറ്റിക്കൽ ചേഞ്ചസ് ഇൻ ദിസ് പീരീഡ് വാസ് ഗ്രീസ് ഇൻ സൗത്ത് ഈസ്റ്റേൺ യൂറോപ്പ്. അപ്പം ഇവിടെ സൗത്ത് ഈസ്റ്റ് ഭാഗം, യൂറോപ്പിലെ സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് ഞാൻ പിക്ചർ കൊടുക്കാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സൗത്ത് ഈസ്റ്റ് യൂറോപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ ഗ്രീസ് എന്ന് പറയുന്ന രാജ്യമുണ്ട്. ഈ ഗ്രീസ് ആക്ച്വലി അവിടെയും ഇതുപോലെ എന്ത് സംഭവിച്ചു, രാഷ്ട്രീയപരമായിട്ടുള്ള പല മാറ്റങ്ങളും സംഭവിച്ചു. അപ്പോൾ എങ്ങനെയാണ് ഗ്രീസ് ഫോം ചെയ്തതെന്ന് നമുക്ക് നോക്കാം. സ്റ്റേറ്റ് ഫോർമേഷൻ ഇൻ ഗ്രീസിൽ എങ്ങനെയാണ് സ്റ്റേറ്റുകൾ ഉണ്ടായത്. സോ ഇവിടെ മെയിനായിട്ട് മാപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ 4 സ്ഥലങ്ങളാണ് കാണാൻ പറ്റുന്നത്. കൊറിന്ത്, തേബ്സ്, ഏഥൻസ്, സ്പാർട്ട അല്ലേ. അപ്പോൾ ഈ ഗ്രീസിൽ നോക്കിക്കഴിഞ്ഞാൽ വില്ലേജസ് സ്റ്റുഡ് ടുഗെദർ ഫോർ ദ പേർപ്പസ് ഓഫ് സെക്യൂരിറ്റി ആൻഡ് ഗവേണൻസ്. അപ്പം ഇവിടെ ഒരുപാട് വില്ലേജസ് ഉണ്ട്. ഈ വില്ലേജസുകളെല്ലാം ഒരുമിച്ച് നിൽക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? പർപ്പസ് ഓഫ് സെക്യൂരിറ്റി, സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടും, ഗവർണൻസ്, പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ, ഭരിക്കാനും എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇവരെല്ലാം ഒന്നിച്ചാണ് നിൽക്കുന്നത്. ഇതിനെ മുഴുവനായിട്ട് നമ്മൾ വിളിക്കുന്നതാണ് സിറ്റി സ്റ്റേറ്റ്സ്. A city state consisted of a city and the surrounding agricultural villages. അപ്പോൾ സിറ്റി സ്റ്റേറ്റ് എന്ന് പറയുന്ന പേരിൽ തന്നെ ഉത്തരമുണ്ട്. സിറ്റി എന്ന് പറയുമ്പോൾ അവിടെ ഒരു നഗരമുണ്ട്, സിറ്റിയുണ്ട്. അതുപോലെ അതിന് ചുറ്റും അഗ്രികൾച്ചറൽ വില്ലേജസ്, കൃഷി ചെയ്യാനൊക്കെയുള്ള ഗ്രാമങ്ങളും ഉണ്ട്.
സോ ഹിൽസ് ആൻഡ് മൗണ്ടൻസ് പ്രൊവൈഡ് നാച്ചുറൽ ബൗണ്ടറീസ് ഫോർ ദീസ് സിറ്റി സ്റ്റേറ്റ്സ് അല്ലേ. അപ്പോൾ ഇതിന് ചുറ്റും ഒരുപാട് മലകളും കുന്നുകളും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇവർക്കൊരു ബൗണ്ടറി പോലെ ഓരോ ഒരു നാച്ചുറലായിട്ട് ഉണ്ടാക്കി പ്രകൃതി തന്നെ കൊടുത്ത ഓരോ ബൗണ്ടറി പോലെ ആയിട്ട് ഇതിന് ചുറ്റും സിറ്റീസിന് ചുറ്റും ഓരോ സിറ്റികളെയും ഡിവൈഡ് ചെയ്യാൻ ഹിൽസും മൗണ്ടൻസും ഒക്കെ ഉണ്ട്. സോ സം ഓഫ് ദ സിറ്റി സ്റ്റേറ്റ്സ് വെയർ ഐലൻഡ്സ്. ഇതിൽ ചിലതൊക്കെ ആണെങ്കിലോ ഐലൻഡുകളാണ്. ഐലൻഡ് അറിയാമല്ലോ. ദ ക്യാപിറ്റൽസ് ഓഫ് ദീസ് സിറ്റി സ്റ്റേറ്റ്സ് വെയർ ലൊക്കേറ്റഡ് ഓൺ ഹൈ ഹിൽസ്. അപ്പോൾ ഇവരുടെയൊക്കെ മെയിനായിട്ടുള്ള ക്യാപിറ്റൽ ഈ സിറ്റി സ്റ്റേറ്റുകളെയൊക്കെ തലസ്ഥാനമൊക്കെ എവിടെയാണ് ഇരിക്കുന്നത്? വളരെ ഉയർന്ന ഹില്ലുകളിലാണ് ഇതിൻ്റെയൊക്കെ ക്യാപിറ്റലുകൾ ഇരിക്കുന്നത്. ഞാൻ ഇനി ഓരോ സിറ്റിയുടെയും പിക്ചേഴ്സ് നിങ്ങൾക്ക് തരാം. ആദ്യത്തേത് എയ്തൻസ് ആണ്, തൊട്ട് താഴെ സ്പാർട്ട, അടുത്ത പിക്ചറിൽ മുകളിലുള്ളത് കോറിന്ത്, താഴെ തേബ്സ്. അപ്പോൾ ഇതൊക്കെയാണ് മേജറായിട്ടുള്ള സിറ്റി സ്റ്റേറ്റ്സുകളെന്ന് പറയുന്നത്. ഓക്കെ, സോ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എയ്തൻസ് എന്ന് പറയുന്ന സ്ഥലത്തെ പറ്റിയിട്ടാണ്. അപ്പോൾ നമ്മൾ എയ്തൻസ് കണ്ടല്ലോ. ഓക്കെ, അപ്പോൾ ഈ എയ്തൻസിൽ എന്താണ് കാര്യങ്ങളെന്ന് നോക്കിയോ. എയ്തൻസിൻ്റെ ഒരു ഡെമോക്രാറ്റിക് വേ, ജനാധിപത്യമായ ഒരു രീതി. The system of government that prevailed in Athens 2500 years ago resembled modern democracy. ഇപ്പോൾ 2500 വർഷം മുമ്പേ എയ്തൻസിൽ ജനാധിപത്യമായുള്ള ഭരണമാണ് നടക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ചോ, അന്നേ രാജാവും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പോലും ജനാധിപത്യ രീതിയിലാണ് അവിടെ എയ്തൻസിൽ കാര്യം നടക്കുന്നത്. ഇന്നത്തെ മോഡേൺ ഡെമോക്രസി, അതെ, ഇപ്പോഴുള്ള ജനാധിപത്യ ഭരണം പോലെയായിരുന്നു 2500 വർഷങ്ങൾക്ക് മുമ്പ് എയ്തൻസിൽ. സോ ദിസ് വാസ് ഡിഫറെൻറ്റ് ഫ്രം ദ സിസ്റ്റം ഓഫ് ഗവർണൻസ് ഇൻ അതർ സിറ്റി സ്റ്റേറ്റ്സ്. അപ്പോൾ ഇത് ബാക്കിയുള്ള സിറ്റി സ്റ്റേറ്റ്സുകളിൽ നിന്നും വളരെ ഡിഫറെൻ്റ് ആയിട്ടാണ് എയ്തൻസിൽ ഭരണം നടന്നിരുന്നത് ഗ്രീസിൽ. ഓൾ മെയിൽസ് ഓവർ ദ ഏജ് ഓഫ് 30 എക്സെപ്റ്റ് സ്ലേവ്സ് വെയർ കൺസിഡേർഡ് ആസ് സിറ്റിസൺസ്. അപ്പോൾ എല്ലാ ആണുങ്ങളും 30 വയസ്സിൽ കൂടുതലുള്ള എല്ലാ ആണുങ്ങളും സിറ്റിസൺസ് ആണ്. അതിലാരാണ് ഇല്ലാത്തത്? അടിമകൾ, സ്ലേവ്സിനെ അവരെന്ത് ചെയ്തിട്ടില്ല, കൂട്ടിയിട്ടില്ല. ദീസ് സിറ്റിസൺസ് ഫോംഡ് എ കമ്മിറ്റി ആൻഡ് മെറ്റ് 4 times a year to take decisions. അപ്പോൾ ഈ ആൾക്കാരെല്ലാവരും, ഈ സിറ്റിസൺസ് മുഴുവൻ എന്ത് ചെയ്യും? ഒരു കമ്മിറ്റി അവർ രൂപീകരിച്ചിട്ട് ഒരു വർഷത്തിൽ 4 പ്രാവശ്യം ഒരു മീറ്റിംഗ് വെക്കും. മീറ്റിംഗ് വെച്ചിട്ട് എന്ത് ചെയ്യും? അവർ ഓരോ ഡിസിഷൻസ് ഒക്കെ എടുക്കും. എന്തിനെ പറ്റിയിട്ട്? ഓൺ ഇമ്പോർട്ടൻറ്റ് മാറ്റേഴ്സ്. ആ ഒരു സിറ്റിയെ പറ്റി അല്ലെങ്കിൽ ആ ഒരു സിറ്റി സ്റ്റേറ്റിനെ പറ്റിയിട്ടുള്ള മെയിൻ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഇങ്ങനെയാണ്. വുമൺ ആർട്ടിസൻസ് ആൻഡ് ദ ഫോറിനേഴ്സ് ഹു വർക്ക്ഡ് ആസ് ട്രേഡേഴ്സ് വെയർ നോട്ട് കൺസിഡേർഡ് ആസ് സിറ്റിസൺസ്. അപ്പോൾ അതുപോലെ വുമൻസിനെയും ആർട്ടിസൻസ്, ആർട്ട്പരമായിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാർ, ഫോറിനേഴ്സ്, ഇവരെയൊന്നും എന്തായിട്ട് കൂട്ടിയിട്ടില്ല. ഇവരെല്ലാവരും ഹു വർക്ക്ഡ് ആസ് ട്രേഡേഴ്സ്. അപ്പം ട്രേഡ് പരമായിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാരെയൊക്കെ, ഈ വുമൺ ആയാലും ആർട്ടിസൻസ് ആയാലും ഫോറിനേഴ്സിനെയൊക്കെ ആയാലും ട്രേഡേഴ്സിനെ, ഈ ഒരു കാറ്റഗറിയിലുള്ള ആൾക്കാരെ ഒന്നും എന്ത് ചെയ്തിട്ടില്ല, സിറ്റിസൺസ് ആയിട്ട് ഇവർ കൺസിഡർ ചെയ്തിട്ടില്ല. അപ്പോൾ മെയിനായിട്ട് 30 വയസ്സിന് മേളിലുള്ള ആണുങ്ങളെയാണ്, മെയിൽസിനെയാണ് ഇവരെന്ത് ചെയ്യുന്നത്, സിറ്റിസൺസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അതിലില്ലാത്തത് സ്ലേവ്സ്, വുമൺ, ആർട്ടിസൻസ്, ഫോറിനേഴ്സ് ഹു വർക്ക്ഡ് ആസ് ട്രേഡേഴ്സ്, അല്ലേ, ട്രേഡേഴ്സായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള വുമൻസ്, ആർട്ടിസൻസ്, ഫോറിനേഴ്സിനെയൊന്നും ഇവർ കൂട്ടിയിട്ടില്ല. ഇനി അടുത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, as an important center of trade in the Mediterranean region, Athens was a prosperous city state. അപ്പോൾ നമ്മൾ ഈ മെഡിറ്ററേനിയൻ റീജിയൻ നോക്കിക്കഴിഞ്ഞാൽ ഇതിന് ചുറ്റും ഒരുപാട് സ്ഥലങ്ങളുണ്ട്, മാപ്പിൽ കാണാമല്ലോ. അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതലും എയ്തൻസ് ആയിരുന്നു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ട്രേഡ് സെൻറ്റർ. എയ്തൻസ് വഴിയാണ് എല്ലാ കാര്യങ്ങളും മൂവ് ചെയ്യുന്നത്. കാര്യം എയ്തൻസ് ഇതിൻ്റെയൊക്കെ ഒരു സെൻറ്റർ പാർട്ടാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. സോ മെനി ഇൻ എയ്തൻസ് വെയർ സ്കിൽഡ് ഇൻ ഷിപ്പ് ബിൽഡിംഗ് ആൻഡ് സീ ഫെയറിങ്. അപ്പോൾ മെഡിറ്ററേനിയൻ റീജിയൻ നോക്കിക്കഴിഞ്ഞാൽ അവിടെ എന്താണ്, വെള്ളമാണല്ലേ, കടലും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് എയ്തൻസിലുള്ള ആൾക്കാർക്കൊക്കെ വളരെയധികം കഴിവുണ്ട് ഷിപ്പ് ഉണ്ടാക്കാനും. സീ ഫെയറിങ് എന്ന് വെച്ചാൽ സ്ഥിരം വെള്ളത്തിൽ കൂടെ ട്രാവൽ ചെയ്യുന്ന ആളെയാണ് എന്തെന്ന് പറയുന്നത്, സീ ഫെയറിങ് എന്ന് പറഞ്ഞാൽ കടലിലൂടെ. അപ്പോൾ ഇവർക്ക് ഇത് ഉണ്ടാക്കാൻ പറ്റുന്നത് കൊണ്ട് തന്നെ, ഷിപ്പൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നത് കൊണ്ട് തന്നെ ഈ ഒരു ഏരിയയിൽ ഒരുപാട് വെള്ളമായതുകൊണ്ടും ഇവർക്ക് ട്രേഡൊക്കെ ഒരുപാട് ചെയ്യാൻ പറ്റി എളുപ്പത്തിൽ. സോ ദേ കോൺസ്റ്റൻ്റ്ലി ട്രാവൽ ടു നിയർ ബൈ ഏരിയാസ് ആൻഡ് ഗ്യാദർ ന്യൂ ഐഡിയാസ് ആൻഡ് സ്കിൽസ്. അപ്പോൾ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, കടലിൽ കൂടെ സഞ്ചരിച്ച് ഇപ്പുറത്തേക്ക് സ്റ്റേറ്റ്സിലൊക്കെ പോയിട്ട് പുതിയ കാര്യങ്ങൾ പഠിക്കുക, പുതിയ ഐഡിയാസ് പഠിക്കുക, പുതിയ സ്കിൽസ് പഠിക്കുക, കഴിവുകൾ പഠിക്കുക, ഇതൊക്കെ അവർ ചെയ്യും. മെനി തിങ്കേഴ്സ് ഫ്രം അതർ റീജിയൻസ് വെയർ അട്രാക്റ്റഡ് ടു ഏതൻസ്, അല്ലേ. അപ്പം പല തത്വചിന്താഗതി, ഫിലോസഫേഴ്സ് എന്നൊക്കെ പറയാമല്ലോ. അപ്പോൾ ഈ തിങ്കേഴ്സ് എന്ന് വെച്ചാൽ കാര്യങ്ങളെപ്പറ്റി പഠിക്കുന്നതും അറിവുള്ള ആൾക്കാരാണ്. ഇവരെല്ലാവരും എയ്തൻസിൽ വരും. എയ്തൻസിൽ നടക്കുന്ന കാര്യങ്ങൾ വളരെ വിചിത്രമായിട്ട് ഇവർക്ക് തോന്നും, ഒരിടത്തും ഇല്ലാത്ത കാര്യങ്ങളാണ്, അല്ലേ. അപ്പോൾ ഇങ്ങനെ പഠിക്കുന്ന ഇങ്ങനത്തെ തിങ്കേഴ്സിനെ വിളിക്കുന്ന പേരാണ് സോഫിസ്റ്റ്സ് എന്ന് വിളിക്കുന്നത്. സോ ഇവരെന്താണ്, ബേസിക്കലി നമുക്കൊരു ടീച്ചർ എന്നൊക്കെ പറയാം. അതേപോലെ ഒരു എക്സാമ്പിളാണ് ഹെറോഡോട്ടസ്.
ഹു ഈസ് കൺസിഡേർഡ് ആസ് ദ ഫാദർ ഓഫ് ഹിസ്റ്ററി. അപ്പോൾ ഹിസ്റ്ററിയുടെ തന്നെ ഫാദർ ആരാണ്? ഹെറോഡോട്ടസ് ആണ്. ഈസ് വൺ ഓഫ് ദോസ് തിങ്കേഴ്സ് ഹു റീച്ച്ഡ് ഏതൻസ് ഇൻ ദിസ് വേ, അല്ലേ? അപ്പോൾ ഏതൻസിൽ ഈ ഒരു രീതിയിലെത്തിയ ഒരു തിങ്കർ, കുറേ തിങ്കേഴ്സിൽ ഒരാളാണ് ഹെറോഡോട്ടസ്. പുള്ളിക്കാരനെ ഫാദർ ഓഫ് ഹിസ്റ്ററി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്ത ചോദ്യം, ഹൗ ഡിഡ് ദ എത്തീനിയൻ സിസ്റ്റം ഓഫ് ഗവൺമെൻറ് ഡിഫറെൻറ്റ് ഫ്രം മോഡേൺ ഡെമോക്രസി എന്നുള്ളതാണ് അടുത്ത ചോദ്യം, അല്ലേ? അപ്പോൾ ചോദ്യത്തിൻ്റെ അർത്ഥം എന്താണ്? ഇപ്പോഴുള്ള ഡെമോക്രസിയിൽ നിന്നും എങ്ങനെയാണ് എത്തീനിയൻ സിസ്റ്റം ഡിഫറെൻ്റ് ആയിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോഴും ജനാധിപത്യ ഭരണമാണ്, പക്ഷേ അന്നത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ എല്ലാ മെമ്പേഴ്സിനെയും നമ്മൾ സിറ്റിസൺസ് ആയിട്ട് വച്ചിട്ടില്ല. അതിൽ കുറച്ച് ആൾക്കാരെ മാത്രമാണ്, അല്ലേ? 30 വയസ്സിനുള്ള മെയിൽസിനെ മാത്രമാണ് എന്ത് ചെയ്യുന്നത്? സിറ്റിസൺസ് ആക്കി വെച്ചിരിക്കുന്നത്. ഇപ്പോൾ അങ്ങനെയല്ലല്ലോ. നമുക്ക് 18 വയസ്സിന് ശേഷം വോട്ട് ചെയ്യാം. അതുപോലെ വുമൻസും എല്ലാവർക്കും ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അപ്പോൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഒരു ഡിഫറെൻ്റ് ആക്കുന്നത്. ഇപ്പോഴത്തെ ഒരു ഡെമോക്രസിയും എത്തീനിയൻ സിസ്റ്റത്തിനെയും ഡിഫറെൻ്റ് ആക്കുന്ന മെയിനായിട്ടുള്ള കാര്യം ഇതൊക്കെയാണ്. സോ ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഒരു ചോദ്യം, കമ്പയർ ദ മഹാജനപാദാസ് ഓഫ് ഇന്ത്യ ആൻഡ് ദ സിറ്റി സ്റ്റേറ്റ്സ് ഓഫ് ഗ്രീസ്, അല്ലേ? അപ്പോൾ എങ്ങനെയാണ് അന്നത്തെ മഹാജനപാതകളും സിറ്റി സ്റ്റേറ്റ്സ് ഓഫ് ഗ്രീസും തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാണ്, അല്ലേ? പണ്ടൊക്കെ ഗ്രീക്ക് സിറ്റി സ്റ്റേറ്റ്സ് ഒക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ്? അതൊരു ഫുള്ള് സിറ്റിസൺസും അവരൊക്കെയാണ് ഇതിനെ കൺട്രോൾ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഇന്ത്യൻ മഹാജനപാത നോക്കിക്കഴിഞ്ഞാൽ അവിടെ എന്തായിരുന്നു? ഒരു രാജാവ്, അതുപോലെ രാജാവിൻ്റെ കൂടെ കുറേ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. അപ്പോൾ ഒരു കുറച്ച് വ്യത്യാസമുണ്ട് പണ്ടത്തെ മഹാജനപാത സിസ്റ്റവും ഇപ്പോഴത്തെ മീൻസ് അന്നത്തെ കാലത്തെ ഗ്രീസിലെ സിറ്റി സ്റ്റേറ്റ്സും തമ്മിൽ കുറച്ചൊരു വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ കഴിയും. സോ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ മെയിനായിട്ട് പഠിക്കുന്നത്. ഇനി ഏറ്റവും അവസാനം ജസ്റ്റ് ഒന്ന് കൺക്ലൂഷൻ പോലെ പറയുകയാണ്. 6th സെഞ്ച്വറി BC എന്ന് പറയുന്ന ഒരു പീരീഡിൽ നമ്മൾ ഒരുപാട് മാറ്റങ്ങൾ കണ്ടു, ചേഞ്ചസ് ഒക്കർ ചെയ്യുന്നത് കണ്ടു, അല്ലേ? ജീവിതത്തിലെ പല ഭാഗങ്ങളിൽ, സ്പിയേഴ്സ് ഓഫ് ലൈഫ്, പല ഭാഗങ്ങളിൽ നമ്മൾ ചേഞ്ചസ് നടക്കുന്നത് കണ്ടു. ആൻഡ് ദ ചേഞ്ചസ് ഇൻ മെറ്റീരിയൽ ലൈഫ് വെർ റിഫ്ലക്റ്റഡ് ഇൻ ദ സ്പിയേഴ്സ് ഓഫ് പൊളിറ്റിക്സ് ആൻഡ് ഫിലോസഫി. അപ്പോൾ ആൾക്കാരിൽ വന്ന മാറ്റങ്ങൾ, മെറ്റീരിയൽ ലൈഫ് എന്ന് വെച്ചാൽ നമ്മളന്ന് പഠിച്ചു, അല്ലേ? പുതിയ അയൺ ടൂൾസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വന്നു. അപ്പോൾ ഇതെല്ലാം രാഷ്ട്രീയപരമായിട്ടും അതുപോലെ ആൾക്കാരുടെ ചിന്താഗതിയിലുമൊക്കെ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നു. അങ്ങനെയാണ് പുതിയ ഐഡിയാസ് ആൾക്കാർക്ക് വന്നത്. അതിൻ്റെ ഭാഗമാണ് ആ സമയത്ത് ബുദ്ധിസം, ജൈനിസം തുടങ്ങിയതൊക്കെ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്തത്. സോ ദീസ് ഹാവ് ഹാഡ് എ ഡിസസീവ് ഇൻഫ്ലുവൻസ് ഓൺ സബ്സിക്വൻറ്റ് ഹ്യൂമൻ ഹിസ്റ്ററി. അപ്പോൾ ഈ തുടങ്ങിയ കാര്യങ്ങളെല്ലാം പണ്ടത്തെ മനുഷ്യരെ സ്വാധീനിച്ചിരുന്നു എന്നുള്ളതാണ് വാസ്തവം. പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ഒരു ബോക്സ് പോലെ, അല്ലേ? ഒരു ചെയിൻ പോലെ കിടപ്പുണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മൾ പഠിച്ചതൊക്കെ ഒന്ന് ഒട്ടിച്ച് നോക്കാൻ വേണ്ടിയിട്ടാണ്. 6th സെഞ്ച്വറി BC മെറ്റീരിയൽ ചേഞ്ചസ് ആദ്യം പഠിച്ചു. അപ്പോഴേക്കും പല ഐഡിയാസ് വന്നു. അതിലൊന്ന് ബുദ്ധിസം, ജൈനിസം, പിന്നെ ഒന്ന് മെറ്റീരിയലിസം വന്നു, അല്ലേ? ഈ മെറ്റീരിയൽ ചേഞ്ചിൽ തന്നെ യൂസ് ഓഫ് അയൺ ടൂൾസ് വന്നതുകൊണ്ട് തന്നെ അഗ്രികൾച്ചറൽ പ്രോഗ്രസ് ഉണ്ടായി, സർപ്ലസ് പ്രൊഡക്ഷൻ ഉണ്ടായി, ട്രേഡ് ഉണ്ടായി, സിറ്റീസ് വന്നു, അല്ലേ? ഇതുപോലെ തന്നെ മെറ്റീരിയൽ ചേഞ്ചിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പുതിയ സ്റ്റേറ്റുകൾ രൂപീകരണപ്പെട്ടു. ഇതിൽ ജനപാത, മഹാജനപാത, മഗധ, മൗര്യ കിങ്ഡം, പിന്നെ സിറ്റി സ്റ്റേറ്റ്സ് ഓഫ് ഗ്രീസ്, അതുപോലെ അലക്സാൻഡേഴ്സ് എംപയർ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്? മുഴുവനായിട്ട് വന്ന 6th സെഞ്ച്വറി BC മാറ്റങ്ങൾ. സോ ഞാൻ ഇതിൻ്റെ കംപ്ലീറ്റ് നോട്ട്സും ഞാൻ ഇന്ന് ചെയ്തിട്ട് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. ഓക്കെ, അപ്പോഴേക്കും നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. സോ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്യുക, ഞാൻ പറഞ്ഞുതരാം. എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ വല്ലതും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, സോ നന്നായിട്ട് പഠിക്കുക. നിങ്ങളത് ബാക്കടിച്ച് നിൽക്കരുത്. ഇപ്പോഴേ പഠിച്ച് പോയാൽ എളുപ്പമായിരിക്കും. പിന്നെ ഇതിൻ്റെയൊക്കെ പല കണ്ടിന്യൂഷനും നിങ്ങൾക്ക് 10th പഠിക്കാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. അടുത്ത വർഷം സിലബസ് മാറും. അപ്പോൾ ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആയിരിക്കും നിങ്ങൾ അടുത്ത വർഷവും പഠിക്കുന്നത്. സോ ഇപ്പോഴേ പഠിച്ച് വന്നാൽ നിങ്ങൾക്ക് 10th നല്ല മാർക്ക് വാങ്ങാൻ എളുപ്പമായിരിക്കും. ഓക്കെ, സോ അൻറ്റിൽ നെക്സ്റ്റ് വീഡിയോ, ബൈ ബൈ.